ഞാൻ ഒരു മദ്യപാനിയായിരുന്നു. എൻ്റെ ഒരു അനുഭവസാക്ഷിയാണ് ഞാനീ പറയുന്നത്. മദ്യപാനിയായിരുന്നു. 24 മണിക്കൂറും കഞ്ചാവും മദ്യവും ആയിരുന്നു. ദേവസ്വന്മാരെ ചീത്ത വിളിക്കുമായിരുന്നു, ദേവസ്വന്മാരെ കളിയാക്കുമായിരുന്നു. ഇങ്ങനെ ദൈവമില്ലെന്ന് പറഞ്ഞ് നടന്നവനാണ് ഞാൻ. അങ്ങനെ ജീവിച്ചിരിക്കുമ്പോഴാണ് എൻ്റെ മകൾക്ക് ഒരു ഓപ്പറേഷൻ ഉണ്ടായത്. പ്രസവത്തിൻ്റെ ഓപ്പറേഷനായിരുന്നു. കോഴഞ്ചേരി ഓപ്പറേഷൻ ചെയ്ത് ബെഡിൽ കൊണ്ട് കുട്ടിയെ എന്നെല്ലാം കിടത്തി. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഷുഗറും പ്രശ്നം ഉണ്ടായി. ബെഡ് നിറയെ ചങ്ങായി മരിച്ച നിലയിലായി. അപ്പോൾ ആശുപത്രി വരുന്നവരെല്ലാവരും പറഞ്ഞു ഇപ്പം മരിക്കും മരിച്ചു പോയി എന്ന് പറഞ്ഞിരിക്കുക. ആ സമയത്ത് ഞാനും എൻ്റെ ഭാര്യയും കരഞ്ഞു നിൽക്കുകയാണ്. ഞാൻ ഹിന്ദുവായിട്ട് ജീവിക്കുക. ആ സമയത്ത് ഞാൻ ആ ദൈവത്തെ എല്ലാം നേർച്ചയും വഴിപാടും എല്ലാം നേർന്നു എഴുന്നേക്കാൻ വേണ്ടി, കുഞ്ഞിനെ എഴുന്നേക്കാൻ വേണ്ടി. ആ ദൈവം ഒന്നും വന്ന് പിടിച്ചുമില്ല, എഴുന്നേൽപ്പിച്ചില്ല. ഒരു ഞാൻ 3 മണ്ട കയറി ചാടി മരിക്കാൻ തീരുമാനിച്ചു. എൻ്റെ മോള് മരിക്കും, ഞാനും അങ്ങ് മരിക്കാൻ തീരുമാനിച്ചു. 3 മണ്ടയിൽ കയറി ചാണ്ട സ്ഥലം പോയി കണ്ടേച്ച് വന്ന് കുഞ്ഞിൻ്റെ അടുത്ത് നിൽക്കുക. അങ്ങനെ കരഞ്ഞ് നിൽക്കുമ്പം ഒരു ദേവദാസി, ഒരു പ്രാർത്ഥനക്കാരത്തി അവിടെ ഓടി വന്നു. ഓടി വന്ന് എന്നോട് ചോദിച്ചു, അച്ഛാ ഞാനൊന്ന് പ്രാർത്ഥിച്ചോട്ടെന്ന് ചോദിച്ചു. ആദ്യം വരെ കണ്ടപ്പോൾ എനിക്ക് ദേഷ്യമാണ് തോന്നിയത്. പിന്നെ എൻ്റെ കൃത്യം തോന്നിയതായാലും കുഞ്ഞ് മരിക്കും, പ്രാർത്ഥന പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. അവർ 5 മിനിറ്റ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അച്ചായൻ തീരുമാനം ദൈവത്തോട് പറഞ്ഞു കുഞ്ഞ് എഴുന്നേക്കുമെന്ന് പറഞ്ഞു. ഞാൻ തീരുമാനം എന്താണെന്ന് എനിക്കറിയത്തില്ല, പ്രാർത്ഥന എന്താണെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ കൃത്യം തീരുമാനം വന്ന് ഞാൻ കർത്താവോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു, കർത്താവേ ഈ കുഞ്ഞിനെ ജീവൻ തന്നാൽ ഞാൻ മരിക്കുന്നതാണ്, കർത്താവിൻ്റെ ഇഷ്ടം ഞാൻ ജീവിച്ചോളാം ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചു. ഈ സഹോദരൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു. ദാസി അങ്ങ് പോയി. ഞാനും താഴോട്ടിറങ്ങി. അവിടെ പോയിരുന്ന് കഞ്ചാവ് വലിക്കാൻ തുടങ്ങി. കഞ്ചാവ് വലിച്ച് ഒരു അരമണിക്കൂറായപ്പോൾ ഞാൻ മേളിൽ കയറി പോയി ചെന്ന് മരിച്ചു വേണമെങ്കിൽ ചെല്ലുമ്പം ആൾക്കൂട്ടമാണ് കാണുന്നത്. ഞാൻ ഓർത്ത് മരിച്ചു പോകുന്നു, കുഞ്ഞിൻ്റെ ചുറ്റും ആളാണ്. മരിച്ചു പോകുന്ന ഉദ്ദേശിച്ച് ഞാൻ അലറിക്കൊണ്ട് ഓടി ചെല്ലുമ്പോൾ കുഞ്ഞ് എഴുന്നേറ്റിരുന്ന് വർത്താനം പറയുകയാണ് ഞാൻ കാണുന്നത്. അവിടുന്ന് എൻ്റെ മോളോട് പറഞ്ഞു, അച്ചായ എനിക്കിപ്പം യാതൊരു കുഴപ്പമില്ല, ഞാൻ എൻ്റെ ജീവിതം എല്ലാം കുറവായി ഞാനെന്ന് പറയേണ്ടിയായി. അവിടുന്ന് പിന്നെയും ഞാൻ അലറിക്കരഞ്ഞു, ദൈവം എന്നോട് ക്ഷമിക്കണമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ എന്നെയും തൊട്ട് ദൈവം എന്നെയും വിളിച്ച് മറ്റും വിളിച്ച് ഞാനിപ്പം കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓരോ ദേശത്ത് പോയി ഇങ്ങനെ അനുസാക്ഷ്യം പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് ദൂരമൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം സന്തോഷമുണ്ട്, സമാധാനമുണ്ട്. അങ്ങനെ സന്തോഷം ഞാൻ ജീവിക്കുന്നു. അന്നത്തെ ആ കുഞ്ഞിപ്പം നേഴ്സാണ്. ഇപ്പം സന്തോഷത്തോടെ ആയിരിക്കും ജീവിക്കുന്നു.